വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഇന്ന് രാവിലെ ഉറക്കമെഴുന്നേറ്റ് ഞാൻ മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ഫീഡിൽ വന്ന ടൈം ലൈനിൽ വന്ന ആദ്യത്തെ ഒരു വാർത്ത, എൻ്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് പെട്ട ആദ്യത്തെ ഒരു വാർത്ത മനോരമയുടെ ഒരു വാർത്തയാണ്. മനോരമ ഇങ്ങനെയൊക്കെ വാർത്ത കൊടുക്കുമെന്ന് പെട്ടെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ട്രംപ് ഇന്ത്യയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ട്രംപ് ആണോ ഇന്ത്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ചാണ് മനോരമയ്ക്ക് വാർത്ത കൊടുത്ത ശീലം. പക്ഷെ ഇതെന്താണ് ഇങ്ങനെ? യുദ്ധം നിർത്താൻ മോദി തന്നെ മികച്ച മധ്യസ്ഥൻ, ലോകരാജ്യങ്ങൾ ചിന്തിക്കുന്നതിന് പിന്നിലെന്ന്. ഇതാണ് ആ വാർത്ത. മനോരമയിൽ ഇപ്പോഴും കിടപ്പുണ്ട് ആ വാർത്ത. യുദ്ധം നിർത്താൻ മോദി തന്നെ മികച്ച മധ്യസ്ഥൻ, മനോരമ പറയുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇനി ഇത് മനോരമയുടെ അഭിപ്രായമാണോ, അത് ഇനി വേറെ ആരെങ്കിലും പറഞ്ഞത് മനോരമ ഇട്ടിരിക്കുന്നതാണോ? മനോരമയുടെ അഭിപ്രായമോ എന്തായാലും വഴിയില്ല. 2 ആഴ്ചയായി നീളുന്ന US ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നെന്ന് സൂചനയുണ്ടെങ്കിലും അടുത്ത കാലത്തൊന്നും അത്തരമൊരു പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് വ്യക്തമാക്കുന്ന നിലപാടുകളാണ് ഇരുപക്ഷവും സ്വീകരിച്ചു വരുന്നത്. ഇന്നലെയും ടെഹ്റാനിൽ കനത്ത ആക്രമണം ഉണ്ടായെന്ന സൂചന, അങ്ങനെ ബ്ലാ 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 എന്ന ഒരുപാട് കാര്യങ്ങൾ മനോരമ പറയുന്നുണ്ട്. ക്രിയാത്മകമായിട്ടുള്ള ചർച്ച മാത്രമാണ് ഏത് പ്രശ്നത്തിനും പരിഹാരമെന്നിരിക്കെ പശ്ചിമേഷ്യൻ പ്രശ്നങ്ങൾ ഒമാന്റെ നേതൃത്വത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. എങ്കിലും കാര്യങ്ങളൊന്നും കരക്കെത്തുന്നില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനിടെയാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ പറ്റുന്ന മികച്ച നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന തരത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ ചർച്ചകൾ ഉണ്ട്. രാജ്യാന്തര തലത്തിൽ തന്നെ നരേന്ദ്രമോദിയുടെ പേരാണ് മധ്യസ്ഥ സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നത്. ഇപ്പോൾ US റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥൻ തന്നെയാണ് മോദിയുടെ പേര് ഈ സ്ഥാനത്തേക്ക് എടുത്തു പറയുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു മധ്യസ്ഥൻ ഇടപെട്ടേ പറ്റൂ. അതിനു പറ്റിയ രാജ്യത്തലവൻ നിലവിൽ നരേന്ദ്രമോദിയാണ്. ടക്കർ കാൾസണുമായിട്ടുള്ള പോഡ്കാസ്റ്റിലൂടെ കേണൽ ഡഗ്ലസ് മക്ഗ്രേഗർ അഭിപ്രായപ്പെടുന്നു. ഈ ഡഗ്ലസ് മക്ഗ്രേഗർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതും ആ കാര്യങ്ങളൊക്കെ പിൽക്കാലത്ത് സത്യമായിട്ടുള്ള കാര്യങ്ങളുമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കയുടെ മുൻ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള ജോൺ ബാൾട്ടൺ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അമേരിക്ക ഇറാനെ വില കുറച്ച് കണ്ടു. ഇറാൻ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് കണ്ടോ, നമ്മൾ അങ്ങനെ വില കുറച്ച് കാണാൻ പാടില്ലായിരുന്നു. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, അത് ബിജുചേട്ടനും ആദ്യമേ പറഞ്ഞതാണ്. അപ്പം ഞാനത് ആലോചിച്ചു. ഗാൾട്ടൺ മാത്രമല്ല, നമ്മൾ പറഞ്ഞതാണ്. കാരണം ഇറാനിലെ മിസൈലിന്റെ ശേഖരം നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല എന്നുള്ളത്. അപ്പം അതുപോലെ ഒരാളാണ് ഈ ഡഗ്ലസ് മക്ഗ്രൈൻ. അപ്പം അയാൾ പറയുന്നത്, മക്ഗ്രൈൻ മുമ്പ് ഇന്ത്യയെ UAE സ്ഥാനപതി ഹുസൈൻ ഹസൻ മിർസയും സമാന അഭിപ്രായം പറഞ്ഞിരുന്നു. മദ്രസ മാത്രമല്ല, ഇപ്പൊ UAEയും പറയുന്നുണ്ട് ഇത് മോദിയെ കൊണ്ട് മാത്രമേ ഇതിനൊരു മധ്യസ്ഥത വഹിക്കാൻ സാധിക്കൂ. മോദിയെ കൊണ്ട് യുദ്ധം നിർത്താൻ പറ്റുന്നു എന്നൊന്നും നമ്മൾ പറയുന്നു, മധ്യസ്ഥത വഹിക്കാൻ സാധിക്കുന്നുള്ളൂ എന്ന് പറയുന്നു. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യുദ്ധം ഇന്ത്യയുടെ അതിർത്തിയിലോട്ട് വരികയാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ അവിടെ യുദ്ധം നിർത്തുവോ, അതെ നമ്മുടെ അതിർത്തിയിൽ വരുന്ന യുദ്ധത്തിനെ തടയുവോ? ഷഹബാസ് ഷരീഫ് സൗദി അറേബ്യ പോയിരിക്കുകയാണ്. അതെന്തിനാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. അതിനിടയിൽ ഇന്ത്യ ഈ അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ നിരന്തരം പാകിസ്ഥാൻ വ്യോമാക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യ കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ ഈ അഫ്ഗാനിസ്ഥാന് വേണ്ടി വാദിച്ചതേ ഉള്ളൂ. അപ്പൊ ഈ യുദ്ധം ഇന്ത്യയിലേക്ക് കൂടെ വ്യാപിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ മോദി യുദ്ധം നിർത്താനായിട്ട് ഇറങ്ങണം എന്നുള്ള പല ലൈനുകളും ഇപ്പൊ പല മാധ്യമങ്ങളും അമേരിക്കയിൽ നിന്ന് വരെ വരുന്നത്. എന്താണ് ഇതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ചിത്രം? എന്താണ് ഈ തെരഞ്ഞെടുപ്പാണ് മോദിക്ക് പല തെറിയേക്കുന്ന കേട്ടോട്ടെ, ഇല്ലെങ്കിൽ താഴെ കുറെ കമന്റുകൾ വന്നോട്ടെ എന്ന് പറഞ്ഞു മനോരമയിട്ടാ. അതിന്റെ ഒരു ജിയോ പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞ, മോദി ഇടപെട്ടാൽ തീരുമോന്ന് ചോദിച്ചാൽ സാധ്യത കുറവാണ്. അതിന്റെ കാര്യം, മിഡിൽ ഈസ്റ്റ് കൺട്രികൾ എടുക്കാം. അതിൽ ഇന്ത്യക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ള രാജ്യം UAE മാത്രമാണ്. മറ്റു രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമാണെങ്കിലും നമ്മളുമായിട്ട് കരാറുള്ളതും നമ്മുടെ അലയൻസിൽ പെടുന്നതുമായ രാജ്യം UAE മാത്രമാണ്. UAEയും സൗദിയും തമ്മിൽ ശത്രുതയിലാണ്. അവര് ഒരുപോലെയല്ല നിൽക്കുന്നത്. അത് അവിടുത്തെ പൊളിറ്റിക്സ്. ഇനി അവിടെ നിൽക്കുന്ന മിഡിൽ ഈസ്റ്റിൽ നിൽക്കുന്ന അത്രയും രാജ്യങ്ങളും ഒറ്റക്കെട്ടല്ല, അവർക്കൊക്കെ പല നിലപാടാണ്. അത് രണ്ടാമത്തെ പൊളിറ്റിക്സ്. ഇറാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറാനും അമേരിക്കയും ഇസ്രയേലുമാണ് മറുഭാഗത്ത് ഏറ്റുമുട്ടുന്ന രാജ്യങ്ങൾ. ഇറാന് പിന്തുണയുമായിട്ട് ഉത്തര കൊറിയയും ചൈനയും റഷ്യയും മറുഭാഗത്ത് നിൽക്കുന്നു. ഇവിടെ ഈ ഇപ്പൊ നരേന്ദ്രമോദി വന്നു കഴിഞ്ഞിട്ട് ഇതിനകത്ത് ആരുമായിട്ടാണ് ചർച്ച നടത്തി തീർക്കേണ്ടത്? നമുക്ക് ശരിയാണ്, എല്ലാവരുമായിട്ട് നല്ല ബന്ധം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ട്. അദ്ദേഹത്തിന് ഇറാനുമായിട്ട് സംസാരിക്കാം, നമുക്ക് സംസാരിച്ച് തീർക്കാന്ന് പറഞ്ഞു. ഇറാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങോട്ട് പോകേണ്ടി വരും? അമേരിക്കയിലേക്ക് പോകേണ്ടി വരും സംസാരിക്കാൻ. മോദി പറഞ്ഞ ട്രംപ് കേൾക്കുമോ? കേൾക്കില്ല. ട്രംപ് പറഞ്ഞ മോദി കേൾക്കില്ല. ഈ രണ്ട് കാര്യങ്ങളും നടക്കാത്തൊരു കാര്യമാണ്. ഇനി ഇസ്രയേലിൽ ഇതിനകത്ത് ഒരു പാർട്ണർ എന്ന് പറഞ്ഞാൽ ജൂനിയർ പാർട്ണർ മാത്രമാണ് ഇസ്രായേൽ. അതായത് അമേരിക്കയെ ബാക്ക് ചെയ്യുന്ന ജൂനിയർ പാർട്ണർ. ഇന്ന് വേറൊരു വാർത്തയോടെ വന്നിട്ടുണ്ട്. ഫ്രഞ്ച് സൈനിക താവളം ഇറാഖിൽ ആക്രമിച്ചുകൊണ്ട് ഫ്രാൻസും കൂടെ രംഗത്തെത്തുന്നുണ്ട്. ശരിയാണ്, ഇന്ത്യയും ആയിട്ട് നല്ല ബന്ധമാണ് ഫ്രാൻസിന്. നമുക്ക് ഫ്രാൻസിനോട് പറയാൻ പറ്റും, ഇസ്രായേലിനോട് പറയാൻ പറ്റും, ഇറാനോട് പറയാൻ പറ്റും, UAEയോട് പറയാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യത്തിൽ പറയാൻ പറ്റുന്ന 4 രാജ്യങ്ങളേ ഉണ്ട്. ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന 4 അല്ല, പ്രത്യക്ഷമായി 9 രാജ്യങ്ങളും പരോക്ഷമായി പണി മേടിക്കുന്ന മറ്റു രാജ്യങ്ങളോട് ചേർക്കുമ്പോൾ ടോട്ടൽ 16 രാജ്യങ്ങൾ ഇതിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ഉണ്ട്. ഈവൻ തുർക്കിയും സൈപ്രസും പോലും ഉണ്ട്.
ഇനി ഇതിലും വലിയൊരു രസം, ഇങ്ങനെ മോദി കോംപ്രമൈസ് ആക്കുമെന്ന് ചോദിക്കുന്നവരുടെ മുമ്പിലേക്ക് ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. 54 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ചേർത്തിട്ട് ഇസ്ലാമിക ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, എല്ലാ കാര്യത്തിലും അവർ ഇടപെടാറുണ്ട്. പാകിസ്ഥാനും ഇന്ത്യ ആയിട്ടുള്ള യുദ്ധം നടന്നപ്പോഴും അവർ ഇടപെട്ടു. അവരാരെങ്കിലും വാതുറന്ന് നമ്മൾ ഈ സംഘർഷത്തിൽ കണ്ടോ? കണ്ടില്ല. ഇനി എല്ലാ വിഷയങ്ങളും തലയിടുന്ന ഒരു രാജ്യമാണ് തുർക്കി. നമ്മൾ അവരുടെ വാർത്ത കേട്ടു. ഇറാൻ അവരുടെ മണ്ടയ്ക്ക് അടിച്ചു കൊടുത്ത വാർത്ത കേട്ടായിരുന്നു. അതല്ലാതെ എന്തെങ്കിലും ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടില്ല. ഇനി അറബ് നാറ്റോ സഖ്യം ഇതിനകത്ത് ഇടപെട്ടതായിട്ട് എവിടെയെങ്കിലും കേട്ടില്ല. ഇതൊക്കെയാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഇവിടെ ഈ നമ്മുടെ ഇന്ത്യ അതിൽ ഇടപെടണം, ഇല്ലെങ്കിൽ ഇടപെട്ടാൽ തീരും എന്നുള്ളതല്ല. അതിനകത്ത് ഒരേ ഒരു ആംഗിൾ സത്യമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ട്, അത് ശത്രുപക്ഷ, അതായത് ഈ ഏറ്റുമുട്ടുന്ന 2 രാജ്യങ്ങളുമായിട്ടും നല്ല ബന്ധം ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ്. ഒന്ന് ഇസ്രായേലുമായിട്ടും ഇറാനുമായിട്ടും UAE-യുമായിട്ടും മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. പക്ഷെ ആ ബന്ധം ഒരു യുദ്ധം തീർക്കുന്ന തലത്തിലേക്ക് ഉയരാൻ യാതൊരു സാധ്യത. ഇനി നരേന്ദ്രമോദി ഇതെങ്ങാനും തീർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മധ്യസ്ഥ ശ്രമവുമായി മുമ്പോട്ട് വന്നാൽ അതിനാദ്യം പാര വെക്കുന്ന ഒരാൾ ശ്രീമാൻ ഡൊണാൾഡ് ട്രംപ് ആയിരിക്കില്ലേ? ഒരു സംശയവും വേണ്ട അതിന്. അങ്ങനെ ഒരു ചെറിയ നീക്കം നടത്തി കഴിഞ്ഞാൽ തന്നെ ട്രംപ് ഉടനെ തന്നെ മലക്കം പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടായി കളയും പുള്ളി. കാരണം ഇതെല്ലാം പുള്ളിയുടെ തലയിൽ കൂടെ തന്നെ ഓർണമെന്നാണ് പുള്ളിയുടെ. യുദ്ധം തുടങ്ങുന്നത് ഞാൻ, അവസാനിപ്പിക്കുന്നത് ഞാൻ, എല്ലാം ഞാൻ എന്നത്. അതായത് എന്റെ ഫുൾ ഫിഗർ, എന്റെ തല, എന്റെ ഫിഗർ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണത്. അപ്പം നടക്കത്തില്ല. അപ്പം ഇതാണ് അതിന്റെ ഒരു റിയാലിറ്റി. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഒരു നല്ല സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണ്ടത് നമ്മുടെ പൗരന്മാരുടെ സുരക്ഷിതത്വമാണ്. 2, നമുക്ക് ഊർജ്ജ പ്രതിസന്ധി വരാതെ നമ്മുടെ ചരക്ക് നീക്കം നടക്കണം. അതുകൊണ്ട് നമുക്ക് അനിവാര്യമാണ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു കോംപ്രമൈസിന് നടക്കുക. ഇനി കോംപ്രമൈസിലേക്ക് ഇത് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് തന്നെ ആയിരിക്കും. ഞാനത് തുടക്കം മുതലേ പറയുന്നുണ്ട്. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്ന ലോകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവരൊറ്റക്കെട്ടായിട്ട് അമേരിക്കയോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അമേരിക്ക ഒരു പക്ഷെ ട്രംപ് ആയതുകൊണ്ട് പെട്ടെന്ന് സ്വിച്ച് ഇട്ടടക്കി ചിലപ്പോൾ നിർത്തിക്കളയും. അതാണ് ഇതിനകത്ത് ആകെ ഒരു പോംവഴിയുള്ളത്. ഈ ബാക്കി ആരും ഇതിനകത്ത്, ഞാൻ അതാ പറഞ്ഞത്, ഇത്രയും അസോസിയേഷൻ ഉണ്ട്, ഇത്രയും സഖ്യങ്ങളുണ്ട്, ഇവരെല്ലാം ഉണ്ട്. ഇവരെല്ലാം ഒരു കടലാസ സംഘടനകളായിട്ടല്ല നമ്മൾ ഇതിനെ കാണുന്നത്. എല്ലാ വിഷയങ്ങളും ഇവർ ഇടപെടാറുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ ഇവർ സജീവമായിട്ട് ഇടപെട്ടവരാ. ഇവരെ ആരും ഇപ്പൊ കാണുന്നില്ല, അവരിടപെടുന്നില്ല. പിന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇതിനകത്ത് ഇടപെടുന്നില്ല. പിന്നെ ചൈനയും റഷ്യയും നമ്മളെക്കാൾ ശക്തമായ 2 രാജ്യങ്ങളാണ്, അവരിടപെടുന്നില്ല. നമുക്ക് ആകെ ഉള്ളത് നമ്മൾ ഇത്രയും നാൾ കാത്തു സൂക്ഷിച്ച നമ്മുടെ സൗഹൃദമാണ്. അത് ഇതിനകത്ത് ഇടപെടുന്നു എന്നതിന്റെ പേരിൽ കുളമാകേണ്ട ആവശ്യങ്ങളില്ല അതില്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫോർമുല ഉരുത്തിരിച്ചു കൊണ്ടുവന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന മാക്സിമം കാര്യം ഇങ്ങനെയുള്ള ഒരു ഫോർമുല കൊണ്ടുവന്ന് ഇസ്രായേലിനെ ഈ കാര്യങ്ങൾ ധരിപ്പിക്കാൻ കഴിയും, UAE ഇത് ധരിപ്പിക്കാൻ, രാജ്യങ്ങളിൽ നിന്ന് ധരിപ്പിക്കാൻ കഴിയും. ഇങ്ങനെ ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞ് വരുന്നു ഇറാന്റെ ഭാഗത്ത് നിന്ന്. അതായത് ഇറാനുമായിട്ട് നേരിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു രാജ്യം എന്ന നിലയിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. പക്ഷെ അതിനകത്തൊരു പ്രാഥമിക തുടക്കം ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിചാരിച്ചാൽ നടക്കും. അത്രയേ ഉള്ളൂ. അതായത് പ്രാഥമികമായിട്ട് യുദ്ധം തീർക്കാനുള്ള ഒരു ഫോർമുല എടുത്ത് കൈ കൊടുക്കുന്നത്. ഇങ്ങനെയാണ് അവരെല്ലാം സംസാരിച്ചിരിക്കുന്നത്, ഇങ്ങനെ അവർ തീർക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നിങ്ങളെല്ലാം കൂടെ ഇടപെട്ട് തീർക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് പിന്നെ മുൻപോട്ട് കൊണ്ട് നിർത്താൻ പറ്റും. അത് ഒന്നാമത്തെ കാര്യം. ഷഹബാസ് ഷരീഫ് എന്തിനാണ് സൗദിയിലോട്ട് പോയിരിക്കുന്നത്? കാല് പിടിക്കാൻ. അറബ് നാറ്റോ. കാരണം ഈ എന്നാത്തൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഒപ്പിട്ടിട്ടുണ്ട്. സൗദി ഈ അടുത്തൊന്ന് കണ്ണുരുട്ടിയായിരുന്നല്ലോ ഈ സൗദിക്ക് അടി കിട്ടിയപ്പോ. സൗദി ഇറാൻ ആക്രമിച്ചു. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ പാകിസ്ഥാൻ അവലംബിച്ച് രംഗത്തെത്തിയത്. ഇപ്പൊ അവിടെ പോയിട്ടുള്ളത് എന്താണ് അതിന്റെ അജണ്ട എന്നുള്ളത്. അടി കിട്ടുമ്പോൾ സൗദി വരുന്നില്ലല്ലോ, പിന്നെ എന്തിനാ സൗദിക്ക് അടി കിട്ടുമ്പോ പാകിസ്ഥാൻ പോണം? അല്ല, അവരടി കിട്ടി അവര് ആ അടി കഴിഞ്ഞാലല്ലേ അവർക്കൊരു എന്തെങ്കിലും ഇങ്ങോട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഈ 2 കൂട്ടരും അടിപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് സംഭവിച്ചിന്ന് ഇപ്പൊ പോയിട്ടുണ്ട് അറബ് നാറ്റോ, അതായത് സൗദിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കപ്പെടേണ്ട ഒരു സാധനമുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ പാകിസ്ഥാൻ കനത്ത വ്യോമാക്രമണം അഫ്ഗാനിസ്ഥാനിൽ നടത്തിയിട്ടുണ്ട്. കാബൂള്, കാണ്ഡഹാർ വിമാനത്താവളത്തിലൊക്കെയാണ് അവർ ആക്രമണം നടത്തിയിരിക്കുന്നത്. സിവിലിയൻസ് ഒരുപാട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്തിനായിരിക്കാം ഇത്ര പെട്ടെന്ന് ഒരു ആക്രമണം നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ വഴി ഒരുപക്ഷെ ഇറാന് സഹായം എത്തുന്നുണ്ടെങ്കിൽ ആ വഴി അടക്കുക, ഇല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ ശ്രദ്ധ പാകിസ്ഥാൻ ബോർഡറിലേക്ക് തളച്ചിടുക. ഇറാന് എന്തെങ്കിലും തരത്തിൽ അഫ്ഗാനിസ്ഥാന്റെ സഹായം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അതിനെ തടയിടുക എന്നുള്ള ലക്ഷ്യമാണ്. പക്ഷെ ഇതിനെ ഇന്ത്യ കനത്ത ജാഗ്രതയോടുകൂടി തന്നെയാണ് കാണുന്നത്. കാരണം ഇത് ഒരുപക്ഷെ ഈ അഫ്ഗാനിസ്ഥാനെ പാകിസ്ഥാൻ നിരന്തരം ആക്രമിക്കുന്നതിന് പിന്നിൽ കരസേന, ഇത് അമേരിക്കയുടെ കരസേനയ്ക്ക് പാകിസ്ഥാൻ വഴി എളുപ്പത്തിൽ ഇറാനിൽ പ്രവേശിക്കാൻ കഴിയും. അതാണ് ഏറ്റവും മികച്ച ഓപ്ഷനായിട്ട് ഇപ്പോൾ അമേരിക്ക പരിഗണിക്കുന്നത്. അതായത് ഭാവിയിൽ ഒരു കരയുദ്ധം ഇല്ല, കമാൻഡർമാരെ കമാൻഡോസിനെ വല്ലവർക്ക് കടത്തി വിടണമെന്നുണ്ടെങ്കിൽ ഇവർ കുറച്ചുകൂടെ എളുപ്പമുള്ള ഒരു ലളിതമായ ഒരു വഴിയായിട്ട് ഇവർ കാണുന്ന പാക് ഇറാൻ ബോർഡർ തന്നെയാണ്. 900 കിലോമീറ്റർ ബോർഡർ ഉണ്ട്. ആ ബോർഡറാണ് ഇവർ കാണുന്നത്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ വഴിയൊന്നും
ആ രാജ്യങ്ങൾ സമ്മതിക്കും തോന്നുന്നില്ല ഇങ്ങോട്ടേക്ക് അവരുടെ കരസേനയെ ഇറക്കി വിടാനായിട്ട്. അപ്പോൾ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള വഴി ഇതാണ്. ഇങ്ങനെ ഒരു മൂവ്മെന്റ് നടക്കുമ്പോൾ ഇവിടെ അഫ്ഗാനിസ്ഥാൻ ഒതുങ്ങി നിൽക്കേണ്ടത് പാകിസ്ഥാന്റെയും അമേരിക്കയുടെയും എല്ലാം ആവശ്യമാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനെതിരെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ആക്രമണം നടക്കുന്നത്. ഇവിടെ ഇന്ത്യ ഇതിനെ ജാഗ്രതയോടെ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പാകിസ്ഥാൻ ഇപ്പൊ കളിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ ഒരു ഞാണുമ്മ കളിയാണ്. ഒരു ഭാഗത്ത് ഇറാനെ സപ്പോർട്ട് ചെയ്യണം, ഒരു ഭാഗത്ത് സൗദിയോടൊപ്പം നിൽക്കണം. സൗദിയോടൊപ്പം നിൽക്കണം എന്ന് വെച്ചാൽ അറബ് നാറ്റോടെ ഭാഗമാണ്. സൗദി അടിക്കുമ്പോഴത്തേനും ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പാകിസ്ഥാൻ തയ്യാറാകണമല്ലോ, അതൊരു ഭാഗം. ഈ ഷിയകള് വലിയ പ്രശ്നമാണ് പാകിസ്ഥാനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അത് മറ്റൊരു ഭാഗം. പാകിസ്ഥാൻ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ. ഇതിൽ നിന്നൊക്കെ പാകിസ്ഥാൻ ശ്രദ്ധ തിരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഇന്ത്യക്കെതിരെ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു ആക്രമണം സംഘടിപ്പിക്കുക, ഇല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഭീകര ആക്രമണം സംഘടിപ്പിക്കുക. അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ ഒരു ടെൻഷൻ നിലനിർത്തുക. അങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് പോകും. ഷിയകളുടെ കാര്യം മറന്നു പോകും, പിന്നെ അതിന്റെ ഇടയ്ക്കുള്ള ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം മറന്നു പോകും. ഇറാന്റെ വിഷയമൊന്നും പിന്നെ ആരും കുത്തിപ്പൊക്കത്തില്ല. ഇങ്ങനെയൊക്കെ കുറെ ഐഡിയകൾ അവർക്കും ഉണ്ടാകാം ഒരുപക്ഷെ. ഇതൊക്കെ കൊണ്ടാകണം. ഏതായാലും ഇന്ത്യ ഇന്നലെ ഇറാനുമായിട്ട് വിഷയങ്ങൾ, നമ്മുടെ ഷിപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സംസാരിച്ചിരുന്നത്. ഒപ്പം തന്നെ തൊട്ടു പിന്നാലെ ഇപ്പോൾ ഈ പാക് പ്രധാനമന്ത്രി പോയിരിക്കുന്നത്. അതിന് ഔദ്യോഗികമായി അവർ പറയുന്ന കാര്യം ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എണ്ണ എങ്ങനെയെങ്കിലും എത്തിക്കാൻ പറ്റുന്ന വഴികളുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് പോയതെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ അല്ല. കാരണം സൗദി കടുത്ത നീരസത്തിലാണ് പാകിസ്ഥാനുമായിട്ട് എന്നുള്ള ചില മാധ്യമങ്ങൾ, ചില ഇന്റർനാഷണൽ മാധ്യമങ്ങൾ നേരത്തെ തന്നെ പറയുന്നുണ്ട്. കാരണം ഈ സൗദിക്ക് നേരെ കൃത്യമായി തന്നെ ഇറാൻ ആക്രമണം നടത്തുമ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അപലപിച്ച് കാണുന്നില്ല. കാരണം ഈ ഇറാനുമായ ഒരു ബന്ധം, കാരണം ഇറാനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്വന്തം രാജ്യത്ത് പ്രശ്നം ഉണ്ടാകും. ഇതുകൊണ്ടാണ് അവർക്ക് മിണ്ടാൻ കഴിയാത്തൊരു സാഹചര്യം വരുന്നത്. അത് മാത്രമല്ല, ഇറാൻ ഇപ്പൊ അറ്റാക്ക് ചെയ്യാത്ത ഏക രാജ്യം പാകിസ്ഥാനാണ്. ബാക്കി അമേരിക്കയുടെ സഖ്യകക്ഷികളെ എല്ലാവരും നിരത്തി പിടിച്ച് ആക്രമിക്കുന്നുണ്ട്. അവർക്ക് ആക്രമിക്കാൻ ദൂരക്കുറവായതുകൊണ്ടല്ല, ദൂരെ കൂടുതലായതുകൊണ്ടല്ല, പകരം അവരത് മാറി നിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇറാനെയും സൗദി എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് അറിയില്ല. കാരണം തല കൊണ്ട് സൗദിയുടെ കൈ കൊടുത്തിരിക്കുകയാണ്. അവിടെ നിന്നുള്ള പൈസയെ മേടിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അണുവായുധം വരെ ഉപയോഗിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് നിൽക്കുന്നു ഒരു ഭാഗത്ത്. ഇറാനെ പിണക്കി കഴിഞ്ഞാൽ അടുത്തടി ഇങ്ങോട്ടേക്ക് കൂടാണ് വന്നതെങ്കിൽ കഥ മാറിപ്പോയില്ലേ? ഇതിനകത്ത് 2 മിസൈൽ അവന്മാർക്ക് ഇങ്ങോട്ട് എടുത്തിടാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സംഭവം ആ പണി പാളും. അതിൽ അഫ്ഗാനിസ്ഥാനെ അടിച്ച് അവിടെ ഒരു ടെൻഷൻ ഉണ്ടാക്കിക്കൊണ്ട് നിർത്തുക എന്നുള്ളത് മാത്രമാണ്. അതായത് ഈ ഇറാന്റെ 2 ഭാഗത്തും ടെൻഷൻ നിലനിർത്തുക, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇറാന്റെ ഒരു ബോർഡറായ അഫ്ഗാനിസ്ഥാൻ ടെൻഷൻ നിലനിർത്തുക, മറുഭാഗത്ത് GCC രാജ്യങ്ങൾ വഴി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു തന്ത്രത്തിന് ആയിരിക്കണം അമേരിക്ക. ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും ദിവസം അനങ്ങാതിരുന്ന പാകിസ്ഥാൻ പൊടുന്നതിനെ ഇന്നലെ രാത്രി കൊണ്ടൊന്നും വ്യോമാക്രമണം നടത്തുന്ന ഒരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് അവസാനം ഇതിപ്പം യുദ്ധം മിഡിൽ ഈസ്റ്റിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇപ്പൊ സെൻട്രൽ ഏഷ്യയിലേക്ക് വരുന്നു, സെൻട്രൽ ഏഷ്യയിൽ നിന്ന് സൗത്ത് ഏഷ്യയിലേക്ക് നീങ്ങി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ വരെ എത്തുമ്പോൾ അത് തുടങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ ആദ്യമായിട്ട് ഇവർക്കെല്ലാം രക്ഷപ്പെടണമെങ്കിൽ ശ്രദ്ധ തിരിക്കണമെങ്കിൽ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും നടത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇറാന്റെ ഒരു പ്രസ്താവനയോടുണ്ട്, അത് നമ്മൾ ഈ അവസരത്തിൽ ഓർത്തു പോകുന്നത് നന്നായിരിക്കും. അവർ പറഞ്ഞത് ഇന്ത്യ ഒരു ഉയർന്നു വരുന്നത് തടയിടാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഇപ്പോൾ ഈ ആക്രമണം തുടങ്ങി വെച്ചിരിക്കുന്നതെന്ന് ഒരു ഡയലോഗ് ഇറാൻ പറഞ്ഞിരുന്നു. ഇറാൻ ആയതുകൊണ്ട് നമ്മൾ അതൊന്നും അത്ര കാര്യമാക്കിയിട്ടില്ല. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടെ ഇതിനകത്ത് നമ്മൾ ലിങ്ക് ചെയ്ത് പോകുമ്പോഴാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ലോജിക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. ഇവിടെയാണ് ഇതിന്റെ ഒരു ഗെയിം ഇതേ രീതിയിൽ വരാനുള്ള സാധ്യതകളുണ്ട്. ഇനി എങ്ങനെയാണ് അത് മുമ്പോട്ട് പോകുന്നതെന്ന് അറിയില്ല. ഇനിയിപ്പോ എന്തായാലും ഇത് കഴിഞ്ഞിട്ടൊരു പ്രസ്താവന എന്തായാലും വരും ഈ സൗദി ഭരണാധികാരിയുടെയും പാക് പ്രധാനമന്ത്രി. അപ്പോൾ അറിയാൻ പറ്റും. നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ഊർജ്ജ പ്രതിസന്ധി അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോയതെന്ന്. പക്ഷെ അതല്ല കാര്യം. സൗദി അടിയന്തരമായി വിളിപ്പിക്കുകയായിരുന്നു പാക് പ്രധാനമന്ത്രിയെ. അപ്പൊ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടാകണം. എന്തായാലും അറിയാൻ വരും മണിക്കൂറുകൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും.